സ്ഥാനമോഹികളായ കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംഘപരിവാരം വില കൊടുത്തും വാഗ്ദാനങ്ങൾ നൽകിയും വശപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്ത കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കന്മാർ ഒറ്റയ്ക്കും കൂട്ടമായും BJP-യിൽ ചേക്കേറും. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസ് വിട്ടു BJP-യിൽ ചേർന്നു. ഒറ്റപ്പെട്ട അനുഭവമല്ല, ഓരോ ദിവസവും ഇത്തരം വാർത്തകൾ വരും. തൊട്ടടുത്ത ദിവസം ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു ഒറ്റ MP-യെ കോൺഗ്രസിനുള്ളൂ ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ മധു കോടയുടെ ഭാര്യ ഗീതാ കോട അവർ കോൺഗ്രസ് വിട്ട് MP-യാണെന്ന് ഓർക്കണം, BJP-യിൽ ചേർന്നു. തൊട്ടടുത്ത ദിവസം വാരണാസിയിലെ കോൺഗ്രസിന്റെ MP-ആയിരുന്ന രാജേഷ് മിശ്ര കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. അടുത്ത ദിവസം ഒരു കൂട്ടക്കൊടിച്ചുപോക്കലിന്റെ വാർത്തയാണ് വരുന്നത്. ഹിമാചൽ പ്രദേശിന്റെ പ്രത്യേകത, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി. വിജയം ഉറപ്പ്. കാരണം വോട്ട് ചെയ്യേണ്ടത് MLA-മാരാണ്. കോൺഗ്രസിന് മതിയായ ഭൂരിപക്ഷമുണ്ട്. സുനിശ്ചിതമായ വിജയം നേരിട്ട് സ്വീകരിക്കാൻ മനു അഭിഷേക് സിംഗ്വി തലേ ദിവസം തന്നെ ഷിംലയിലെത്തി. അത്താഴ വിരുന്നിന് എല്ലാ കോൺഗ്രസ് MLA-മാരെയും ക്ഷണിച്ചു. എല്ലാവരും ഹാജർ. സിംഗ്വിക്ക് സന്തോഷമായി. സാധാരണ റിസോർട്ടിൽ പൂട്ടിയിടാറാണ് പതിവ്. ഇത് പൂട്ടിയിട്ട് ഇടേണ്ടി വന്നില്ല. എല്ലാവരും എത്തിയിരിക്കും. സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ MLA-മാരും ഒരുമിച്ച്, മുഴുവൻ കോൺഗ്രസ് MLA-മാരും എല്ലാവരും ക്യൂ നിന്ന് സിംഗ്വിയെ വിജയാശംസകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കോൺഗ്രസ് MLA-മാർ കൈ കഴുകി നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് താമരയ്ക്ക് വോട്ട് ചെയ്യും. 6 MLA-മാർ ഒറ്റയടിക്ക് കൂറുമാറി. മനു അഭിഷേക് സിംഗ്വി തോറ്റു. മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ ഇടറുന്ന ശബ്ദത്തിൽ നുറുങ്ങിയ ഹൃദയവുമായി മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി. കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹം നിരാശനായി മടങ്ങി. തൊട്ടടുത്ത ദിവസം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രതിഭ സിംഗ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, BJP വളരെ മെച്ചപ്പെട്ട ഒരു നല്ല പാർട്ടിയാണ് എന്ന്. 6 പേർ പോയ പാർട്ടിയാണ്. അതിന്റെ അടുത്ത ദിവസം പത്രത്തിൽ നമ്മൾ വായിക്കുന്നു, തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ 3 തവണ MLA-ആയ വിജയ ധരണി കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. അതിനടുത്ത ദിവസം മിനിഞ്ഞാന്ന് കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി, IMA-യുടെ മുൻ കർണാടക സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ HN രവീന്ദ്ര ആയിരുന്ന സുരേഷ് പച്ചൗരി ഇന്നത്തെ പത്രത്തിലുണ്ടാവും. ഒപ്പം MLA-ആയിരുന്ന സഞ്ജയ് ശുക്ലയെയും കൂട്ടി കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. ഇന്ന് ഈ യോഗം ഇവിടെ ചേരുന്നതിന് 2 മണിക്കൂർ മുൻപ് ഇന്ത്യയിലെ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നു, രാജസ്ഥാനിലെ 2 മുൻ മന്ത്രിമാർ, ഒരാൾ കേന്ദ്രമന്ത്രി കൂടിയാണ്, രാജേന്ദ്ര യാദവ്, ലാൽചന്ദ് കട്ടാരിയ, 2 പേരും കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. ഇതിനിടയിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. അതിന് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ ചേർന്നു. അതിനും കുറച്ചു നാൾ മുൻപ് കേരളത്തിലെ അവസാനത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവനായിരുന്ന മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് R. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ BJP-യിൽ ചേർന്നു. അയാളാണ് ആദ്യം ചേർന്നത്. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കണക്കെടുക്കൂ. R. ശങ്കർ, AK ആന്റണി, K. കരുണാകരൻ, ഇവരെല്ലാം മക്കളെ BJP-ക്ക് സംഭാവന ചെയ്തു. അടുത്തതാരായിരിക്കും? അതെ, മകൻ പോകുമോ മകള് പോകുമോ? നമുക്ക് കാത്തിരിക്കാം, പറയാനാവില്ല. അവിടെ തീരുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. സ്ഥിരീകരിക്കപ്പെട്ട സൂചനകൾ
കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ ഒന്നാം നിര കോൺഗ്രസ് നേതാക്കന്മാർ, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല, അത് തുടരും. ആരൊക്കെ പോകും? കോൺഗ്രസിനിടയിൽ നടക്കുന്ന തർക്കം, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ തർക്കം ആരാദ്യം പോകും എന്നാണ്. ആരാദ്യം പോകും? KPCC പ്രസിഡന്റ് പോകുമോ? പ്രതിപക്ഷ നേതാവ് പോകുമോ? ഈ മാർച്ച് മാസത്തിൽ പോകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പുറത്തു വരുന്നത് സമാനമായ സ്ഥിതിഗതികളാണ്. ഇന്ന് വൈകിട്ട് കോൺഗ്രസ് വിട്ടവരെ കുറിച്ച് വരെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. നാളത്തെ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ നാളെ കോൺഗ്രസ് വിട്ടവരെ കുറിച്ച് പറയും. നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അവസരവാദത്തിന്റെ കൂട്ടമായി തന്നെ സംഘപരിവാർ പാളയത്തിൽ അഭയം തേടുന്ന നിലപാട് രാഹിത്യത്തിന്റെ സംഘടനാ രൂപമായി കോൺഗ്രസ് മാറി. ചിലർ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അനന്തരം കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടമായി BJPയിൽ ചേരുമെന്നാണ്. അപ്പോൾ ചിലർ തിരുത്തുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവില്ല. പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന കോൺഗ്രസ് തന്നെ BJPയിൽ ലയിച്ചേക്കും. കോൺഗ്രസ് എന്ന പാർട്ടി BJPയിൽ ലയിച്ചേക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിൽ മത്സരിക്കുന്ന 20 പേരെയും ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? ഈ 20 പേർ ഇവിടെ നിന്നും ജയിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കൂടും, കരുത്തു വർദ്ധിക്കും. ഇടതുപക്ഷത്തിന്റെ കരുത്തു വർദ്ധിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ മാത്രം കരുത്താവില്ല. ഇന്ത്യയിലെ പ്രാദേശിക മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികൾ, ചെറിയ ചെറിയ പാർട്ടികൾ, അവർക്കെല്ലാം വർദ്ധിച്ച ആത്മവിശ്വാസമുണ്ടാവും, ഒരുമിച്ച് നിൽക്കാനുള്ള പ്രേരണയുണ്ടാവും. ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാം എന്നവർക്കറിയാം. പ്രതിപക്ഷത്തെ കരുത്തോടെ ഏകീകരിച്ച് നിൽക്കുന്നതിനത് സഹായകരമാവും. കഷ്ടത അനുഭവിക്കുമ്പോൾ ആ ജനതയെ സഹായിക്കാൻ കൊടുത്ത അരിക്ക് ഇന്നോളം ഇന്ത്യ ഗവൺമെന്റ് വില വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അത് അധാർമികമാണ്, മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഈ കേരളത്തിൽ മലയാളിക്ക് പ്രളയകാലത്ത് നമുക്ക് നൽകിയ അരിക്ക് കണക്ക് പറഞ്ഞ് പലിശ സഹിതം പണം വാങ്ങി. മലയാളിയാണെങ്കിൽ പാർലമെന്റിൽ ഒരക്ഷരം കൊണ്ട് പ്രതിഷേധിക്കണ്ടേ? നിങ്ങൾ കാണിക്കുന്നത് മര്യാദകേടാണ് എന്ന് പറയണ്ടേ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ മനുഷ്യരെ പോലെ മലയാളികളും ഇന്ത്യക്കാരാണ്, അവരോട് ഈ അനീതി കാണിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? ലോകം മുഴുവൻ നമ്മളെ സഹായിക്കാൻ വാഗ്ദാനങ്ങളുമായി വന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. മലയാളികളോട് മതിപ്പുണ്ട് അവിടുത്തെ ഭരണാധികാരികൾക്ക്. UAE ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ കേരളത്തെ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ ആ വിദേശ സഹായം തടഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. മലയാളികളെ സഹായിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോ ഞങ്ങളുടെ നാടിനെ ദ്രോഹിക്കരുത് എന്ന് പറയാൻ നാവ് പൊത്തിയോ ഇവിടുത്തെ MP-ക്ക്, കേരളത്തിലെ UDF-ന്റെ MP-മാർക്ക്? ഒടുവിൽ കേരളത്തിനെതിരായി ഇപ്പോ സാമ്പത്തിക ഉപരോധം, നാം സുപ്രീം കോടതിയിൽ പോയി പോരാടുന്നു. കേരളത്തിന് വേണ്ടി ഒരു ചെറു വാക്കു പറയാൻ ഈ MP-മാരിൽ ആരെങ്കിലും പാർലമെന്റിൽ തയ്യാറായി? ഒരു ചോദ്യം, ഒരു പ്രതിഷേധം, ഒരു അടിയന്തര പ്രമേയം, ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം, ഒരു വോക്കൗട്ട് ഇല്ല. നിശബ്ദമായി കേന്ദ്രത്തെ പിന്തുണച്ചു, കേരളത്തെ ഒറ്റിക്കൊടുത്തു, മലയാളികളെ വഞ്ചിച്ചു. ആ വഞ്ചനക്കെതിരായി കൂടി വിധിയെഴുത്തിന്റെ സമയമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. നമുക്ക് ഉറപ്പിക്കാം, KSMC-യെ വിജയിപ്പിക്കാൻ സാധിച്ചാൽ പാർലമെന്റിൽ പൊന്നാനിക്കൊരു നാഥനുണ്ടാവും. ഈ നാട് അനാഥമാവില്ല. നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാനും അതിനുവേണ്ടി വാദിക്കാനും പ്രതിഷേധിക്കാനും പാർലമെന്റിൽ ഈ നാടിന്റെ ശബ്ദമുയർത്താനും ഒരു പരിമിതികളുമില്ലാതെ പൊരുതാൻ നമ്മുടെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-യായി KS ഹംസ ഉണ്ടാവും എന്നതാണ് ഉറപ്പ്.